എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും അല്ലെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ പഠിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കോർഡിനേറ്റ്സ് അല്ലേ. അപ്പോൾ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ ഒരു തുടർച്ച തന്നെയാണ് നമുക്ക് ഇതിലും പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു, ഇപ്പൊ നോക്കിയാൽ ഇതൊരു ചതുരാണ് അല്ലെ. ഈ ചതുരത്തിന്റെ വശങ്ങൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ചതുരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 3 മൂലകളിലെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് 4ാമത്തെ അല്ലെ ഈ മൂലയിലെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അത് നമ്മൾ കുറേ ചെയ്തതാണ്. ഇപ്പൊ ഇതിന്റെ 4ാമത്തെ മൂലയിലെ കോർഡിനേറ്റ്സ് ഏതാണ്? ഉടനടി നമ്മൾ എന്താ ചെയ്യുക? ഇവിടുത്തെ കോർഡിനേറ്റ്സ് കിട്ടുന്നത് ഫസ്റ്റ് എന്താ ഞാൻ ഒന്ന് പറഞ്ഞത്, അടിയിലേക്ക് നോക്കാം അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ അടിയിലാണുള്ളത് അല്ലെ, അടിയിലാണുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ മുകളിലാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ അടിയിൽ ഏതാണുള്ളത്? 8 അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് അടിഭാഗം അല്ലെങ്കിൽ മുകൾ ഭാഗം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ 8 പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അടുത്തതോ ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇവിടെ നമുക്ക് ലെഫ്റ്റിലാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ലെഫ്റ്റിൽ നമുക്ക് 3 6 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും 6 അല്ലെ. അപ്പൊ ഇവിടെ 6 എഴുതാം. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് 3 ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? മുകളിലേക്ക് നോക്കി അല്ലെ. മുകളിൽ നോക്കുമ്പോൾ 8 ആണ്. അപ്പോൾ നമ്മൾ 8 എഴുതി. ഉടനടി ലെഫ്റ്റിലേക്ക് നോക്കി 2 ആണ് ഇവിടെ വൈ കോർഡിനേറ്റ് 2 എഴുതി അല്ലെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതേ രൂപത്തിലൊരു ചതുർഭുജം നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ 3 കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 4ാമത്തെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നുവെങ്കിൽ ഇതിപ്പോൾ അല്പം ചെരിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് ചെരിഞ്ഞു ഇത് ചെരിഞ്ഞു, അതായത് ഇതെന്താണ്? ഒരു പാരലോഗ്രാം ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയാനെ ഇതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇതേ രൂപത്തിൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം നോക്കിയാൽ ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും? ഈ മൂലയിലെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും? നമുക്കറിയാം. എന്ത് ചെയ്യണം? ആദ്യം മുകളിലേക്ക് നോക്കിയപ്പോൾ 7 ആണ്. ഇവിടെ 7 എഴുതി, അതായത് എക്സ് അല്ലെ. എക്സിന്റെ വാല്യൂ 7. അടുത്ത് നമ്മൾ ചെയ്യാം, ലെഫ്റ്റിലേക്ക് നോക്കിയപ്പോൾ 0 ആണ് അല്ലെ. അതായത് വൈയുടെ വാല്യൂ എത്രയാണ്? 0 അല്ലെ. അപ്പോൾ 0. ഓക്കെ, ഇത് നമുക്ക് എഴുതാൻ അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 7 0 എന്ന് കിട്ടി. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ നമുക്കറിയാം വൈയുടെ വാല്യൂ എത്രയാണ്? വൈ കോർഡിനേറ്റ് 0 ആണ് അല്ലെ, മാറ്റമില്ല. അപ്പൊ എക്സ് കോർഡിനേറ്റ് 0 എന്നുള്ളത് മാറി നീങ്ങി 7-ലെത്തി. ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഡിസ്റ്റൻസ്? ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 7-ൽ നിന്ന് 0 കുറച്ചാൽ നമുക്ക് 7 അല്ലേ. അതായത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയാൽ 0-ൽ നിന്ന് 7 എത്തി. അതായത് 7 ആണ് ഇതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് മാറ്റം വന്നതെന്ന് നോക്കിയേ. ഇവിടെ വൈയുടെ വാല്യൂ 0 ആയിരുന്നു അല്ലെ. വൈയുടെ വാല്യൂ ഇപ്പൊ എത്രയെത്തി? 2-ലേക്ക് മാറി. ശരിയല്ലേ? എക്സിന്റെ വാല്യൂ സെയിം തന്നെ 7 തന്നെ. പക്ഷെ 0 എന്നുള്ളത് വൈയുടെ വാല്യൂ എന്തിലേക്ക് എത്തി? 2-ലേക്ക് എത്തി അല്ലെ. അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 2-ൽ നിന്ന് 0 കുറച്ചാൽ മതി അല്ലെ. 2-ൽ നിന്ന് 0 കുറച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അതായത് ഇവിടെ ഡിസ്റ്റൻസ് എത്ര? 2. അപ്പൊ ഇവ തമ്മിലുള്ള അകലം 7, ഇവ തമ്മിലുള്ള അകലം 3. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ മൂല അല്ലെ, ഈ മൂലയും നമ്മൾ ഇതുപോലൊന്ന് വരച്ചു നോക്കിയേ. ഇതേ രൂപത്തിലൊന്നും ഇങ്ങോട്ട് വരച്ചു നോക്കിയേ. ഇപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഇതേ രൂപത്തിലുള്ള അല്ലെ ഒരു ത്രികോണം കിട്ടി. നോക്കിയേ, ഇത് ഒരു ത്രികോണം, അതേ രൂപത്തിലുള്ള ത്രികോണാണല്ലോ ഇത്. അതായത് ഈ 2 ത്രികോണങ്ങൾക്കും വശങ്ങളുടെ നീളം തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിയാൽ ഇത് സമാന്തരികമാണ്. ഇതിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കുമല്ലോ. അപ്പൊ ഈ വശവും തുല്യമാണ് അല്ലെ. അങ്ങനെ നമുക്ക് ഓരോ വശം ഇതും തുല്യമായിരിക്കും, ഇതും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 സെന്റിമീറ്റർ ആണെങ്കിൽ അതേ നീളം തന്നെയായിരിക്കും എവിടെയും വരിക? ഇവിടെയും വരിക അല്ലേ. അതായത് ഇവിടം മുതൽ ഇവിടം വരെ 7 സെന്റിമീറ്റർ ആണെങ്കിൽ അതേ നീളം ഇവിടം മുതൽ ഇവിടം വരെ എത്രയായിരിക്കും? അപ്പൊ 7 ആയിരിക്കും ഇവ തമ്മിലുള്ള അകലം അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഇവ തമ്മിലുള്ള ദൂരം എത്രയാണ്? 2 അല്ലെ. 2 സെന്റിമീറ്റർ ആണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ ഇതിൽ നിന്ന് 7 ആണ് ഇങ്ങോട്ട് കൂടിയത് അല്ലെ. ഇവിടെ നിന്ന് 7 കൂടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എത്ര കൂടണം? 7 കൂടണം വേണ്ടേ. അപ്പൊ ഇവിടെ വാല്യൂ 3 ആണ്. അപ്പൊ 3ന്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7ഉം 3ഉം 10 അല്ലെ. അപ്പൊ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടി 10 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഇവിടെ 3 ആണ്, 3 4 എന്നാണ് ഇതിന്റെ കോർഡിനേറ്റ്സ്. ഇവിടെ 3ന്റെ കൂടെ എത്ര കൂട്ടേണ്ടി വരും? എക്സ് 3 എന്നുള്ളത് 7ഉം കൂടി കൂടി അല്ലെ. 7 ഇങ്ങോട്ട് നീങ്ങി, അപ്പൊ 10 ആയിരിക്കും. ഇവിടെ 0 എന്നുള്ളത് 7 കൂട്ടിയപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇതേ അകലം തന്നെയായിരിക്കും ഇപ്പോൾ തമ്മിലുണ്ടാവുക. അപ്പൊ ഇതിന്റെ കൂടെ ഇത് കൂട്ടിയപ്പോൾ ഇവിടെ എത്ര കിട്ടി? എക്സിന്റെ കോർഡിനേറ്റ് 10 കിട്ടി. ഇനി ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? വൈ കോർഡിനേറ്റ് നോക്കിയേ 4 അല്ലെ. അപ്പൊ അതിനൊരു മാറ്റവും ഇല്ല അല്ലെ. അതിനൊരു മാറ്റവും ഇല്ല. അപ്പൊ 10 4
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിട്ടി 10 കിട്ടി. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. അതായത് എക്സിൻ്റെ വാല്യൂവിന് വ്യത്യാസമില്ല, 10 തന്നെയാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 തന്നെ. അപ്പോൾ ഇവിടെ 10. ഇനി വൈയുടെ വാല്യൂ എന്ത് വരും? വൈയുടെ വാല്യൂ നോക്കിയാൽ ഇത് നമുക്കറിയാം അല്ലേ. ഇവിടെ എത്രയാണ്? 4 വൈയുടെ വാല്യൂ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ 2 കൂടി കൂടണ്ടേ. അപ്പോൾ എന്താവും? ഈ 4ൻ്റെ കൂടെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഈ നാലാമത്തെ അല്ലെ കോർണറിൻ്റെ ഈ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി എന്താണ്? 10, 6. അപ്പം എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. വേറെ ഒന്നും ചെയ്തില്ല. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു അല്ലേ. റൈറ്റ്, ഇവിടെയും നമ്മൾ അതേപോലെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. പിന്നെ എന്ത് ചെയ്തു? ഇതിൻ്റെ ഡിസ്റ്റൻസ് എടുത്തു അല്ലേ. എത്രയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ എടുത്തു അല്ലേ. അതുപോലെ ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു. ക്ലിയർ ആണല്ലോ. അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 7, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2. ഇനി നമുക്ക് ഇത് എഴുതണമെന്നില്ല. ഇവിടെ നോക്കിയാൽ ഇവിടെ 3, 4 എന്നാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പോൾ 3ൻ്റെ കൂടെ 7 കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 3ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല അല്ലേ. എഴുതണമെന്നില്ല, എഴുതേണ്ടവർക്ക് എഴുതാം. അപ്പോൾ 7, 3 നമുക്ക് 10 കിട്ടി. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ കോർഡിനേറ്റ് ബൈ കോർഡിനേറ്റ് ഏത് വരും? നമുക്കറിയാം ഇവിടുത്തെ ബൈ കോർഡിനേറ്റ് 4 ആണ്. 4ൻ്റെ കൂടെ ഈ 2 കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ 4ഉം 2ഉം 6. ഇനി ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് മറ്റൊരു എളുപ്പമാർഗം കൂടിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയും ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു സമാന്തരികം അല്ലേ. അതിൻ്റെ 3 മൂലകളിലെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം എന്ത് ചെയ്യാം? നമുക്കറിയാം ഇവിടെ അല്ലേ, ഇത് ഇപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മട്ടത്രികോണം കിട്ടും. ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? ഒരു മട്ടത്രികോണം കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 2 റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, 2 മട്ടത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാലോ. ആദ്യം നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നമുക്കറിയാം എന്ത് ചെയ്യണം? ഇതേ പോയിന്റ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ഒന്ന് മുകൾ അല്ലെങ്കിൽ അടി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 6 ഉണ്ട്. എക്സിൻ്റെ വാല്യൂ വ്യത്യാസമില്ല. അപ്പോൾ 6 എഴുതി. ഇനി എന്ത് ചെയ്യണം? നേരെ അടുത്തോട്ടോ വലത്തോട്ടോ നോക്കാം അല്ലേ. അപ്പോൾ അടുത്തോട്ട് എന്താ ഉള്ളത്? ഇവിടെ വൈയുടെ വാല്യൂ 2 അല്ലേ. അപ്പോൾ ഇതായിരിക്കും വൈയുടെ വാല്യൂ. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ അന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് കിട്ടി 6, 2. ഇനി എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കണം അല്ലേ. എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ വൈയുടെ വാല്യൂന് വ്യത്യാസമില്ലല്ലോ. വൈ സെയിം തന്നെയാണ് അല്ലേ, ഒരു വ്യത്യാസവും ഇല്ല. എക്സിൻ്റെ വാല്യൂ 3 എന്നുള്ളത് 6 മാറി അല്ലേ. അതായത് ഇവ തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 6ൽ നിന്ന് 3 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 6ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് 3 മാറിയിട്ടാണ് ഇതുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇത് നോക്കിയാൽ ഇവിടെ എക്സിന് വ്യത്യാസമില്ല അല്ലേ. എക്സിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. വൈ എന്തായി മാറി? വൈ കുറച്ചും കൂടി മുകളിലേക്ക് പോയി. എന്തായി? 2 എന്നുള്ളത് 3 മാറി അല്ലേ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവ തമ്മിൽ അകലെ എത്രയാണ്? 3ൽ നിന്ന് 2 കുറയ്ക്കാം അല്ലേ. 3ൽ നിന്ന് 2 കുറച്ചാൽ ഇതിൻ്റെ നീളം നമുക്ക് കിട്ടി എത്രയാണ്? 1. അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് 1 കിട്ടി. ഈ നീളം 3 കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ നീളം തന്നെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ 3 ആണെങ്കിൽ ഇതേ അകലം തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. ഇത് ഹൈറ്റ് 1 ആണെങ്കിൽ ഇവിടെയും 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റ് എങ്ങനെ കിട്ടും? നോക്കിയാൽ ഇവിടെ നിന്ന് 4, 5 എന്ന പോയിന്റിൽ നിന്ന് എത്ര മാറി? 3 മാറിയിട്ടാണ് അല്ലേ. 3 കൂടിയിട്ടാണ് എക്സിന്റെ വാല്യൂ അല്ലേ. ഇവിടെ നമുക്ക് എത്ര? 4. അപ്പോൾ 4ന്റെ കൂടെ 3 കൂടി കൂട്ടണം അപ്പം അല്ലേ. അപ്പോൾ 4, 3 എത്ര കിട്ടും? 7. അപ്പോൾ ഇവിടെ 7 കിട്ടി. ഇനി ഇതിന്റെ വൈയുടെ വാല്യൂ എന്ത് വരും? വൈയുടെ ഇവിടെ എത്രയാണ്? 5 ഉള്ളോ അല്ലേ. പക്ഷെ 5ന്റെ കൂടെ 1 കൂടി കൂടണം അല്ലേ. അപ്പൊ 5ന്റെ കൂടെ 1 കൂടി കൂട്ടി നമുക്ക് 5 + 1 6. ഞാൻ പറഞ്ഞു നമുക്ക് എളുപ്പത്തിൽ മറ്റു രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ബുദ്ധിമുട്ട് തോന്നുന്നവർ എന്ത് ചെയ്യുക? ഈ രീതിയിൽ ചെയ്താൽ മതി. ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ. നമുക്കിവിടെ കിട്ടിയ ഈ ഓപ്പോസിറ്റ് മൂലകളുടെ കോർഡിനേറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കിയാൽ. അതായത് ഇവിടെ നമുക്ക് 7, 6 എന്ന് കിട്ടി അല്ലേ. 7 എക്സ് കോർഡിനേറ്റ് 7ഉം വൈ കോർഡിനേറ്റ് 6ഉം അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് മൂല ഏതൊക്കെ കിട്ടി? 3 കിട്ടി, നമുക്ക് 2 കിട്ടി അല്ലേ. 3, 2. ഇനി ഇവ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കിയാൽ 7ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ വൈ കോർഡിനേറ്റ് കൂട്ടുമ്പോഴോ 6ഉം 2ഉം 8 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയത് 10, 8 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്പോസിറ്റ് മൂലം ഒന്ന് കൂട്ടി നോക്കിയാൽ ഇവിടെ 4, 5, 4, 5, ഇവിടെയാണെങ്കിലോ 6, 3 അല്ലെ, ഓപ്പോസിറ്റ് മൂലകൾ. ഓക്കെ, ഇനിയിപ്പോൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ 6, 4, 10 അല്ലേ. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടി. 5, 3, 8.
ഇത് നമുക്ക് 8 കിട്ടി. ഇനി ഇവ തമ്മിലൊന്ന് കമ്പയർ നോക്കിയാൽ രണ്ടും നമുക്ക് സെയിം ആണ് അല്ലേ? അതായത് ഓപ്പോസിറ്റ് മൂലകളിലുള്ള എക്സ് കോർഡിനേറ്റിന്റെ തുക എപ്പോഴും എന്താണ്? സെയിം തന്നെയാണ്. ഇവിടെ 7 3 10 കിട്ടി, ഇവിടെ 6 4 10 കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് ആണെങ്കിലോ 6 2 8 കിട്ടി, 5 3 8 കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വളരെ എളുപ്പം ചെയ്യാനുള്ള മറ്റൊരു മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നു അല്ലേ? അതായത് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഇത് തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്നത് അല്ലെ? അതേപോലെ തന്നെ ഈ വൈ കോർഡിനേറ്റ് ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഇതിന്റെ വൈ കോർഡിനേറ്റ്സ് തമ്മിൽ കൂട്ടുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നാം ഇവിടെ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എ ആണല്ലോ, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 3 അല്ലെ? അപ്പൊ എയും 3 തമ്മിൽ കൂട്ടുന്നത് എന്തിന് തുല്യമായിരിക്കണം? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 4, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 6. അപ്പൊ 4ഉം 6ഉം കൂടി കൂട്ടുന്നതിന് തുല്യമായിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എയുടെ കൂടെ എയും 3ഉം തമ്മിൽ കൂട്ടുന്നത് ഏതിന് തുല്യമായിരിക്കും? 6ഉം 4ഉം തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും അല്ലേ? അതായത് a + 3 = 6 + 4. അതായത് എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 6 + 4 എത്രയാണ്? 10 അല്ലേ? ഈ 3 + 3 അങ്ങോട്ട് പോകുമ്പോൾ -3 = 7. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടി 7. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് നോക്കിയാൽ ഇത് ബി, ഇത് ഇവിടെ 2 അല്ലേ? അപ്പൊ ബിയും 2ഉം തമ്മിൽ കൂട്ടുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കണം? 5ഉം 3ഉം കൂടി കൂട്ടുന്നത് ഈക്വൽ ആയിരിക്കണം 5 + 3 അല്ലേ? അതായത് ബി നമുക്ക് എങ്ങനെ കിട്ടും? 5ഉം 3ഉം 8 +2 അങ്ങോട്ട് പോകുമ്പോൾ -2 = 6. അപ്പൊ എക്സ് കോർഡിനേറ്റ് 7, വൈ കോർഡിനേറ്റ് 6 അല്ലേ? ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? അപ്പൊ നമുക്ക് ഈ മാർഗത്തിനും ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ്? ഒരു പാരലോഗ്രാം ഉണ്ട് അല്ലേ? അതായത് ഒരു സമാന്തരിക ഉണ്ട്. ഇതിന്റെ ഈ 4ാമത്തെ മൂലയിലെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് നോക്കിയാൽ ഈ മൂല അല്ലെ, ഇതറിയാം. അപ്പൊ ഇവ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കുക? ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും അല്ലെ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലെ? ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാലോ അല്ലെ? ഇപ്പൊ ഇവിടെ എത്രയാണ്? 6 അല്ലെ? മുകളിലേക്ക് നോക്കിയപ്പോൾ 6 ആണ്. അപ്പൊ 6 എക്സ് കോർഡിനേറ്റ് 6 അല്ലെ? ഇനി വൈ കോർഡിനേറ്റോ ഇങ്ങോട്ട് നോക്കാം, ലെഫ്റ്റിലേക്ക് നോക്കി 2 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുത്തെ പോയിന്റ് കിട്ടി 6 2 കിട്ടി. ഇനി ഇതിൽ നിന്ന് എത്ര നീങ്ങിയിട്ടാണ് 6 കിടക്കുന്നത് നോക്കിയാൽ, അതായത് ഇതിന്റെ വൈ കോർഡിനേറ്റ് സെയിം ആണ് അല്ലെ? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ എക്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 എന്നുള്ളത് 6 മാറി അല്ലെ? അതായത് 6ൽ നിന്ന് 3 കുറച്ചാൽ 3. ഓക്കെ, അപ്പൊ 3 ആണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ? ഇനി ഇവിടെ ഈ വൈ നോക്കിയാൽ എത്ര മാറി? അതായത് എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വൈയുടെ വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ 2 ആണ്, ഇത് 3 ആയി അല്ലെ? അപ്പൊ 3ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1 അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് 3 കിട്ടി, ഇവിടെ 1 കിട്ടി. അപ്പൊ അതേ അളവ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് 3, ഇവിടെ 1. ഓക്കെ, ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 4 ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ 4 ആയിരുന്നു. 4ൽ നിന്ന് നോക്കിയാൽ ഇത്ര നീങ്ങി അല്ലെ? ഇത്ര കുറഞ്ഞു, കൂടുതലല്ല ചെയ്ത് ഇത്ര കുറഞ്ഞു. എക്സിന്റെ വാല്യൂ ഇങ്ങോട്ട് അല്ലെ? ഇങ്ങോട്ടാണ് കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ 4 ആയിരുന്നു അല്ലെ? 4 ആയിരുന്നു. അതിൽ നിന്ന് 3 കുറഞ്ഞിട്ട് എത്രയായി? 4 - 3 ഇവിടെ 1 ആയി. ക്ലിയർ ആണല്ലേ? ഇവിടുത്തെ വാല്യൂ 4 ആണ് അല്ലെ? 4ൽ നിന്ന് 3 ഇങ്ങോട്ട് പോന്നു, കുറഞ്ഞു. അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? 1. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ ഈ പോയിന്റിൽ വൈയുടെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ 5 ആണ് അല്ലെ? അതായത് ഈ പോയിന്റ്. അപ്പൊ ഇങ്ങോട്ട് ഇവിടെ വൈയുടെ വാല്യൂ 5 ആണ്. അപ്പൊ അതിൽ നിന്ന് 1 കുറഞ്ഞില്ലേ? ഇത് ഇങ്ങോട്ട് പോന്നു അല്ലെ? അപ്പൊ 5ൽ നിന്ന് 1 കുറഞ്ഞു. അപ്പൊ എത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുക? 5 - 1 4. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 1 4. ഇനി നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എളുപ്പപ്പണിയിൽ എങ്ങനെ ചെയ്യാം? ഇത് എയും ബി ആണെന്ന് വിചാരിച്ചു അല്ലെ? ഇതറിയില്ല, എയും ബി ആണെന്ന് വിചാരിച്ചു കോർഡിനേറ്റ്സ്. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ എയും അല്ലെ ഇതും തമ്മിൽ കൂട്ടുന്നത്, എയും 6ഉം തമ്മിൽ കൂട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? a + 6 അല്ലെ? എന്തിന് ഈക്വൽ ആയിരിക്കണം? ഇവിടുത്തെ എക്സിന്റെ കോർഡിനേറ്റ് തമ്മിൽ കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കണം അല്ലെ? ഓപ്പോസിറ്റ് കോർണറുകൾ, അതായത് 4 + 3. അതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 4ഉം 3ഉം 7 6 അങ്ങോട്ട് പോകുമ്പോൾ -6 = 1. അപ്പൊ എയുടെ വാല്യൂ കിട്ടി 1. ഇനി ഇവിടെ നോക്കിയാൽ ഇനി ബിയുടെ വാല്യൂ അല്ലേ? അപ്പൊ ബിയും വൈ കോർഡിനേറ്റ്, ബിയും ഇതിന്റെ വൈ കോർഡിനേറ്റ് ഓപ്പോസിറ്റ്. അപ്പൊ b + 3 = ഇതിന്റെ വൈ കോർഡിനേറ്റ് 5ഉം + 2 5 + 2 അല്ലെ? അപ്പൊ ബി = ദൂരം 5ഉം 2ഉം 7 7 - ഈ 3 അല്ലെ? ഈ പ്ലസും 3 -3 ആയി = 4. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 4. അപ്പോൾ 1 4. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം.
ഇനി എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 231 അല്ലേ. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സാമാന്ത്രികം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ 3 മൂലകളിലെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, സൂചക സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ 4ാമത്തെ മൂലയിലെ കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ 2 മാർഗത്തിൽ പറഞ്ഞു അല്ലേ. 2 മാർഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അത് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാം? ആദ്യത്തെ മാർഗത്തിലൂടെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതറിയാം അല്ലേ. ഈ 2 മൂലകൾ അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവ തമ്മിലൊന്ന് യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ നോക്കിയേ, നമുക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എങ്ങനെയാണ്? ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഏതാണ്? ഒന്നുകിൽ മുകളിലേക്ക് നോക്കാം അല്ലെങ്കിൽ അടിയിലേക്ക് നോക്കാം അല്ലെ. അപ്പോൾ ഇവിടെ മുകളിൽ നോക്കി 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5 ആണ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ 5 കിട്ടി നമുക്കിവിടെ. ഇനി വൈ കോർഡിനേറ്റോ നേരെ അടുത്തോട്ടോ വലത്തോട്ടോ നോക്കാം. അപ്പോൾ ഇവിടെ അടുത്തോട്ട് ഏതാ ഉള്ളത്? വൈ കോർഡിനേറ്റ് 4 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 4 കിട്ടി. അപ്പോൾ 5, 4 ആണ് ഇതിന്റെ കോർഡിനേറ്റ്. ഓക്കെ, നമുക്ക് ആവശ്യമല്ല അല്ലേ. നമുക്ക് ആവശ്യമല്ല, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇനി നോക്കി ഇനി എന്ത് ചെയ്യണം? ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം അല്ലേ. ഇവിടെ നോക്കിയാൽ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അതായത് വൈയുടെ വാല്യൂവിൽ ഒരു വ്യത്യാസവും ഇല്ല അല്ലേ. ഇതേ പോയിന്റ് ഇങ്ങനെ പോകണം, ഒരു വ്യത്യാസമില്ല. പക്ഷെ എക്സ് എന്നുള്ളത് എന്തായി? എക്സ് ഇവിടെ 1 എന്നുള്ളത് 5 ആയി മാറി അല്ലെ. ഇപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 5ൽ നിന്ന് 1 കുറയ്ക്കുക അല്ലേ. അത് നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5ൽ നിന്ന് 1 കുറച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ. അതായത് ഈ പോയിന്റിൽ നിന്ന് 4 മാറിയിട്ടാണ് ഈ പോയിന്റ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം അല്ലേ. എത്ര കയറിയിട്ടാണ് ഇത് കിടക്കുന്നത്? ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതിന്റെ എക്സ് സെയിം ആണ്, 5 5 തന്നെയാണ് അല്ലേ. പക്ഷെ വൈയോ, വൈ ഇവിടെ ഉണ്ടായിരുന്ന വൈ 4ൽ ഉണ്ടായിരുന്ന വൈ 6 ആയി അല്ലെ. 4 ഉണ്ടായിരുന്ന വൈ 6 ആയി. എത്ര കൂടി? 2 കൂടി അല്ലേ. അപ്പൊ ഇവിടെ 2. ഇവ തമ്മിലുള്ള അകലം 2. അപ്പൊ നമുക്കറിയാം ഇതേ അകലങ്ങൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും അല്ലേ. അപ്പൊ നാം എന്ത് ചെയ്യണം? ഇത് തമ്മിലൊന്ന് ഇതേപോലെ ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞു ഇതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിനായിരിക്കും ഇവ തമ്മിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 4. ഓക്കെ, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 2. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് എത്ര ആവുന്നുള്ളൂ അല്ലേ. അപ്പൊ നോക്കി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നമുക്കറിയാം എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പൊ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇവിടെ 7 ആണുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് 4 കുറവാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം അടുത്ത് എക്സിന്റെ വാല്യൂ അടുത്തോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരും, വലത്തോട്ട് പോകുമ്പോൾ കൂടി വരും അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് 7 ആണ്. അപ്പൊ 7ൽ നിന്നുള്ളത് 7ൽ നിന്ന് 4 കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഇവിടെ വരാം അല്ലേ. അതായത് 7ൽ നിന്ന് എത്ര കുറയ്ക്കണം? നമ്മള് 4 കുറയ്ക്കണം അല്ലേ. 7ൽ നിന്ന് 4 കുറച്ചെത്ര കിട്ടും? 3. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് കോർഡിനേറ്റ് കിട്ടി 3 ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം വേണ്ടേ. അപ്പൊ ഇവിടെ വൈ കോർഡിനേറ്റ് എത്രയാണ്? വൈ കോർഡിനേറ്റ് 10 ആണുള്ളത് അല്ലേ. അതായത് ഇവിടെ ഇങ്ങനെ നേരെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് 10 ആണ് അല്ലേ. പക്ഷേ ഈ പോയിന്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് 2 കുറവാണ് ഇവിടെ അല്ലേ. 2 താന്നിട്ടാണ് കിടക്കുന്നത്. കുറവാണ് അല്ലേ, കൂടുതലല്ല കുറവ്. അടിയിലേക്കല്ല പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10ൽ നിന്ന് എത്ര കുറയ്ക്കണം? 10ൽ നിന്ന് 2 കുറയ്ക്കണം അല്ലേ. അപ്പൊ നമുക്ക് 10ൽ നിന്ന് 2 കുറച്ചാൽ നമ്മുടെ എന്ത് കിട്ടും? വൈ കോർഡിനേറ്റ് കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പൊ 10ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 8. അപ്പൊ ഇവിടെ നോക്കിയേ 2 നമുക്ക് കിട്ടി 3 8. നാം പറഞ്ഞു ഇത് മറ്റു രീതിയിലും ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നോക്കിയാൽ ഇത് നമുക്കറിയില്ല അല്ലേ. ഇത് നമുക്കറിയില്ല. അപ്പൊ നാം എന്ത് ചെയ്തു? ഇതിന് എയും ബിയും, ഇതിന്റെ കോർഡിനേറ്റ്സ് എയും ബി ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയില്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എയും ബി ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞു നിർത്തിയത്? അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് മൂലകളിലെ എക്സ് കോർഡിനേറ്റിന്റെ സമ്മുകൾ തുല്യമായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പപ്പണി എന്താണ്? ഓപ്പോസിറ്റ് മൂലകളിലെ എക്സ് കോർഡിനേറ്റിന്റെ സമ്മ് തുല്യമായിരിക്കും. അതുപോലെ വൈ കോർഡിനേറ്റിന്റെ സമ്മും തുല്യമായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ 2 മൂലകൾ ഇത് നമുക്കറിയില്ല. ഇതിൽ എയും ബിയും ആണ്. ഇത് 5 6 ആണ്. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റിന്റെ സമ്മ് നോക്കിയേ A+5 അല്ലെ. A+5. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഓപ്പോസിറ്റ് ഉള്ള എക്സ് കോർഡിനേറ്റ് എയും 5ഉം അത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇതിന്റെ ഈ മൂലകൾ അല്ലെ. ഈ മൂലകളിലുള്ള എക്സ് കോർഡിനേറ്റിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് അതാണ് 7. ഇവിടെ ആണെങ്കിലോ 1 അല്ലെ. അപ്പൊ A+5 = 7A+1. മനസ്സിലായില്ലേ? അതായത്
ഇതിന്റെ എക്സും ഇതിന്റെ എക്സും തമ്മിൽ കൂടി കൂട്ടുന്നത് ഏതിന് തുല്യമായിരിക്കും? ഇതിന്റെ എക്സും ഇതിന്റെ എക്സും തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കാലോ. 7 3 8, ഇവിടെ +5 ഇങ്ങോട്ട് പോകുമ്പോൾ -5 = 3. ഇനി ഇതുപോലെ നമുക്ക് ബി കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ബിയും y കോർഡിനേറ്റ് ബിയും ഇതിലെ 6ഉം ഓപ്പോസിറ്റ് മൂലകൾ അല്ലേ 6ഉം. അപ്പോൾ ബിയും 6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏതിന് തുല്യമായിരിക്കണം? ഇതിന്റെ y കോർഡിനേറ്റ് അല്ലേ, അതായത് 10ഉം 4ഉം. 10ഉം 4ഉം തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ബി എന്ത് കിട്ടും നമുക്ക്? ബി = 10ഉം 4ഉം 14, ഈ 6 അങ്ങോട്ട് പോകുമ്പോൾ -6 = 8. അപ്പോൾ എയുടെ വാല്യൂ 3 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ 8 എന്ന് കിട്ടി. അതായത് ഈ മൂലയിലെ കോർഡിനേറ്റ് ഏതായിരിക്കും? 3 8. 3 8. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് അതിൽ മറ്റൊരു ചിത്രം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചിത്രം അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 മൂലകളിലെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിൾ വരയ്ക്കും അല്ലേ? അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഇവിടെ ട്രയാങ്കിൾ ആദ്യം വരച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല അല്ലേ? നമുക്കിത് മാത്രമേ അറിയുള്ളൂ. ഇവിടെ നോക്കിയാൽ ഈ 2 മൂലയും നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇവ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ ആദ്യം നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഫസ്റ്റ് എക്സിൻ്റെ കോർഡിനേറ്റ് ഏതായിരിക്കും? മുകളിലേക്ക് നോക്കാം അല്ലേ? അല്ലെങ്കിൽ അടിയിലേക്ക് നോക്കാം. ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? മുകളിൽ നമുക്ക് 2 കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 2. ഇനി y കോർഡിനേറ്റ് കിട്ടാൻ നേരം എന്ത് ചെയ്യുക? നേരെ അടുത്തോട്ടോ വലത്തോട്ടോ. അപ്പോൾ അടുത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന 2 കിടക്കുന്നുണ്ട് അല്ലേ? 2 കിടക്കുന്നുണ്ട്. അപ്പോൾ 2 2. ഇനി എന്ത് ചെയ്യണം? ഇതും തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം അല്ലേ? അതായത് എക്സ് കോർഡിനേറ്റ് എത്ര നീങ്ങിയിട്ടാണ് ഈ എക്സ് കോർഡിനേറ്റ് നമുക്ക് നോക്കണം. ഓക്കെ. ഇവിടെ നോക്കിയേ, ഇവിടെ y കോർഡിനേറ്റ് സെയിം തന്നെയാണ് അല്ലേ? അപ്പോൾ 2 2, അതിന് വ്യത്യാസമില്ല. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ -3 ആണ്, ഇവിടെ 2 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വ്യത്യാസം, അതായത് അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് വലുതിൽ നിന്ന് ചെറുത്, എക്സിൻ്റെ കോർഡിനേറ്റ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ വലുത് ഏതാണ്? 2, ചെറുത് -3 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസ് = 2 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 2ൽ നിന്ന് ഏത് കുറയ്ക്കും? -3 അല്ലേ? 2ൽ നിന്ന് -3 കുറയ്ക്കണം. കണ്ട, ഈ കുറയ്ക്കണം -3 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2 + 3, അതായത് 5. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 5. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 5 ആണ് ഈ ഡിസ്റ്റൻസ്. നമുക്കറിയാം, ഇവിടെ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതിന് പകരം ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാം അല്ലേ? അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ എന്ത് കണ്ടാൽ മതി? ആബ്സല്യൂട്ട് വാല്യൂ കണ്ടാൽ മതി അല്ലേ? -3. അപ്പോൾ -3ൽ നിന്ന് നമുക്ക് ഇത് കുറയ്ക്കാം, -2 കുറയ്ക്കാം. അങ്ങനെയും ചെയ്യാം. പക്ഷെ എന്ത് വേണം? അവിടെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? കേവല മൂല്യം. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ നെഗറ്റീവ് ചിഹ്നം കളഞ്ഞെഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? -2 -3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ -5 കിട്ടി അല്ലേ? അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 എത്രയാണ്? 5 അല്ലേ? അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി, അപ്പോഴും നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിവിടെ 5 കിട്ടി. ഈ ഡിസ്റ്റൻസ് 5 കിട്ടി. ഇനി എന്ത് വേണം? ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഓക്കെ, ഇവിടെ നോക്കിയാൽ എക്സിൻ്റെ കോർഡിനേറ്റ് സെയിം ആണല്ലോ. y ആണെങ്കിലോ? y നോക്കിയേ, y ഇവിടെ 3, ഇവിടെ 2. അപ്പോൾ നമുക്ക് 3 - 2 എത്ര കിട്ടും? 1. അപ്പോൾ ഇവ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1. ഇത് നമുക്ക് കിട്ടി 5, ഇത് 1 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു പണി ചെയ്യാം, ഇവ തമ്മിലൊന്ന് യോജിപ്പിക്കാം അല്ലേ? ഈ ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 5 നമുക്ക് കിട്ടി. ഇനി ഇത് 1 ആണെങ്കിൽ ഈ അകലവും 1 തന്നെ, 1 തന്നെ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെന്ത് വേണം? ആദ്യം എക്സ് വേണം അല്ലേ? അപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ എക്സ് എത്രയാണ്? 1. ഇവിടെ എക്സിന്റെ വാല്യൂ 1 അല്ലേ? അതായത് ഈ മൂലയിലത്തെ എക്സിന്റെ വാല്യൂ 1. അത് നോക്കിയേ, അത് 5. ഇവർ തമ്മിലുള്ള വ്യത്യാസം 5 ആയിരിക്കണം. പക്ഷെ ഇത് കുറയാണ് ചെയ്തത് അല്ലേ? ശ്രദ്ധിക്കുക, ഇടത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ഇടത്തോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? 1ൽ നിന്ന് 5 നമ്മൾ കുറയ്ക്കണം. അപ്പൊ 1 - 5 അല്ലേ? 1ൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടാ? -4 അല്ലെ? വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടാ? -4. ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എക്സ് കോർഡിനേറ്റ് -4. ക്ലിയർ ആയില്ലേ? 1ൽ നിന്ന് 5 കുറച്ചു, ഇടത്തോട്ടായതുകൊണ്ട്. വലത്തോട്ടാണെങ്കിൽ നമുക്ക് കൂട്ടിയാനെ അല്ലേ? ഇനി y കോർഡിനേറ്റ് നോക്കിയേ, y കോർഡിനേറ്റ് ഏതാ വരാം? ഇവിടെ എത്രയാണുള്ളത്? ഇവിടെ -2 ആണ് അല്ലേ? അതായത് ഈ പോയിന്റ് -2 ആണ് ഇവിടെ.
ഇങ്ങനെ അല്ലേ. അതിൽ നിന്ന് 1 എന്തായി താഴോട്ട് പോകുന്നു അല്ലേ. താഴോട്ട് പോകുന്ന പറഞ്ഞാൽ കുറഞ്ഞു. അപ്പൊ -2ൽ നിന്ന് 1 കുറഞ്ഞാൽ എത്ര വരും? -2ൽ നിന്ന് 1 കുറച്ചു. അപ്പൊ എത്ര വരും? ഒരേ ചിഹ്നമാണ് അല്ലേ. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം. അപ്പൊ -3. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? -3. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി -4, -3. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? നമുക്കിത് അറിയില്ല അല്ലേ. ഇതറിയില്ല. ഇത് എയും ബി ആണെന്ന് കൊടുത്തു. ഇത് എയും ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ എക്സ് കോർഡിനേറ്റിന്റെ ഓപ്പോസിറ്റ് മൂലകളുള്ള എക്സ് കോർഡിനേറ്റിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇപ്പൊ ഇവിടെ എ, ഇവിടുത്തെ ഓപ്പോസിറ്റ് മൂലയിലെ എക്സ് കോർഡിനേറ്റ് 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ a+2 എയും 2ഉം കൂടി കൂട്ടുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റുകൾ നമ്മൾ കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. -3 പ്ലസ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1 അല്ലേ. അതായത് a+2 = -3 + 1 എത്രയാണ്? -2. അങ്ങനെയാണെങ്കിൽ a എത്ര വരും? -2. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +2 -2 അല്ലേ. -2 = -4 അല്ലേ. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടി -4. ഇനി y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയേ. ബി അല്ലെ. ഇവിടെ ഏതാണ് ഓപ്പോസിറ്റ് മൂലയിൽ y കോർഡിനേറ്റ്? 3 അല്ലെ. അപ്പൊ b+3 എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ y കോർഡിനേറ്റിന്റെ സമ്മുകൾ അല്ലെ. 2 + -2 2 + -2. അതായത് b+3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 + -2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നെഗറ്റീവും പോസിറ്റീവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 അല്ലെ. 0. അങ്ങനെയാണ് ബി എത്ര വരും? b = ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ -3. കിട്ടി. എയുടെ വാല്യൂ -4ഉം ബിയുടെ വാല്യൂ -3. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളും മറ്റും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.